ഈശോ നമ്മളോട് അതാ പറയാം. പൗലോസിലേക്ക് ചങ്ക് പൊട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, ഒഴിവാക്കി കളയാൻ ആഗ്രഹിക്കുന്ന ഒരു മുള്ള് നമുക്കുണ്ടല്ലോ. 1, 2, 3, 10 മാറുന്നില്ല. ഈ സങ്കടം മാറുന്നില്ല. കുടുംബത്തിലേറ്റ ആ മുറിവ്, കേട്ട ആ ചീത്തവാക്ക്, നിങ്ങളെ തെറ്റിദ്ധരിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവര്, നിങ്ങൾ ചങ്കിലിടം കൊടുത്തിട്ട് ചങ്കു കുത്തി മുറിച്ചവര്, നിങ്ങളെ ഹൃദയം കൊടുത്തിട്ട് ആ ഹൃദയം കീറിപ്പറിച്ചവർ, നിങ്ങൾ പിടിച്ചുയർത്തിയിട്ടും നിങ്ങളുടെ കുതികാല് പിടിച്ച് വലിച്ച് താഴെയിട്ടവർ, നിങ്ങളെ ചതിച്ച നിങ്ങളുടെ പാർട്ട്നേഴ്സ്, നിങ്ങളുടെ കൂട്ടുകാർ എല്ലാം ഉണ്ടാവും. മറന്നു കളയാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ചരിത്രത്തിന്റെ താളുകൾ നിങ്ങളുടെ പുറകിലുണ്ട്. ഈ പുസ്തകം കത്തിച്ചു കളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ജീവിതത്തിന്റെ പുസ്തകം ഇതിവിടെ അവസാനിച്ചെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഇനിയും എഴുതാത്ത കുറെ കടലാസുകൾ മുമ്പോട്ട് കിടക്കാം. ഈശോയ്ക്ക് എഴുതാൻ ഇനിയും കടലാസുകൾ ബാക്കിയാണ്. ഈ പഴയ കടലാസിലോട്ട് നോക്കിയിരുന്നാൽ ആക്രി വില എന്ന് തോന്നും ജീവിതത്തിൽ. ഈ പഴയ കടലാസിലോട്ട് നോക്കിയിരുന്നാൽ മുമ്പിൽ ഇനിയും എഴുതാൻ പ്ലെയിൻ കടലാസുകൾ കിടക്കാണ് ഈശോയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പുറകോട്ടൊക്കെ നോക്കിയിരിക്കാം, ഇപ്പം ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റും. ആക്രി ജീവിതം വേസ്റ്റ്, അങ്ങനെ വേസ്റ്റ് ആണെന്ന് തോന്നിപ്പോകുന്നൊരു സമയത്ത് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിരാശ അതിൻ്റെ കൊട്ടുമുടിയിൽ എത്തിക്കഴിയുമ്പോൾ ഒരു ലൈൻ ക്രോസ് ചെയ്ത് ചിലപ്പോൾ ആത്മഹത്യാ ചിന്തകൾ വരെ വരാം. ഈ ജീവിതം പാഴായി പോയി എന്ന് തോന്നിപ്പോകാം. പ്രത്യേകിച്ച് മനുഷ്യരിൽ നേറ്റ ചില മുറിവുകൾ കാരണം യു ഹാവ് നോ ഓപ്ഷൻ. അങ്ങനെ ചത്ത് കളയാനുള്ള ആളല്ല, ഒരു കുഞ്ഞു കുപ്പിയല്ലോ ഒരു കുഞ്ഞു കയറയിലോ തീരാനുള്ള ജീവിതങ്ങളല്ല നമ്മുടേത്. ഈശോ വില കൊടുത്ത് മേടിച്ചെടുത്ത ഒരു ജീവിതമാണ്. ഈശോ സ്വന്തം രക്തം ചിന്തി വീണ്ടെടുത്ത ജീവിതമാണ്. അവൻ നീതീകരിച്ചൊരു ജീവിതമാണ്. നീ പാപിയായിരിക്കും, നീ എത്ര തല്ലിപ്പൊളിയായിരിക്കും, അവൻ രക്തം ചിന്തിയത് നിനക്ക് വേണ്ടി കൂടിയാണ്. ഈശോ വില കൊടുത്ത് മേടിച്ചൊരു ജീവിതം കളയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല മക്കളെ. she